പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മൾ 7 കൊല്ലങ്ങൾ പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരുന്നു. പ്രിയപ്പെട്ട ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും നമ്മൾ ഒന്നിച്ചൊരു കുടുംബം പോലെ കഴിഞ്ഞുപോയ 7 കൊല്ലങ്ങളാണ് കടന്നുപോയത്. ഈ 7 കൊല്ലങ്ങൾ നമുക്ക് നൽകുന്ന ഊർജ്ജം ചില്ലറയല്ല. വരുന്ന കൊല്ലങ്ങളിലും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യും. അതുപോലെ നമുക്കിന്ന് ചില പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഒരു വാർത്താ ചാനൽ സംപ്രേഷണത്തിനപ്പുറം എങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്കൊത്ത് ഉയരാം എന്ന ഒരു മാതൃകയാക്കി പ്രവർത്തനം തുടരും അടുത്ത കൊല്ലങ്ങളിലും. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും നാളെയാണ് ഇതിൻ്റെ പിറന്നാൾ. നിങ്ങൾക്കറിയുന്ന പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട്, പിന്നെ ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ വിധി, ഇതൊക്കെ കൊണ്ട് തന്നെ കൂടുതലും വാർത്താ മണിക്കൂറുകൾ ആ വഴിക്ക് വഴിതിരിഞ്ഞു പോകും എന്നതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പിറന്നാൾ ഒരു സൂചന പോലെ നമ്മൾ ഈ പിറന്നാൾ ആഘോഷിക്കും. അതേസമയം ജനുവരിയിൽ നമ്മൾ കാര്യമായിട്ട് ആഘോഷിക്കും. 1 കൊല്ലം നീണ്ടുപോകുന്ന ആഘോഷ പരിപാടികൾക്കാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. നേരറിവിൻ്റെ 7 കൊല്ലമാണ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നിങ്ങൾ വീടുകളിലും ഇത്തിരി പഞ്ചസാരയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് ഈ മധുരം നുകരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അടുക്കളയിൽ നിൽക്കുന്ന വീട്ടമ്മമാരും സഹോദരിമാരും ഒക്കെ തന്നെ ഈ നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മധുരത്തിൽ തൊട്ട് ഈ സന്തോഷം എന്ന്. അപ്പോൾ നമ്മുടെ വനിതാരത്നങ്ങൾ നമ്മുടെ ഉഷ നായരുടെ നേതൃത്വത്തിൽ കേക്ക് മുറിക്കാൻ പോവുകയാണ്. നമ്മുടെ വാർത്താമുറിയിലെ പെൺസിംഹങ്ങൾ അല്ലെ, സിംഹികൾ എന്നല്ലേ പറയുന്നത് നമ്മൾ, സിംഹികളാണ് ഇവരൊക്കെ തന്നെ. ഞങ്ങൾ പുരുഷാലയങ്ങൾ ഇങ്ങോട്ട് മാറുന്നു. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അനുമതിയോടെ നമ്മൾ ഈ കേക്ക് മുറിക്കുന്നു. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്നൊന്ന് കൈയടിച്ചോളൂ ഈ നല്ല മുഹൂർത്തത്തിൽ. അപ്പം കട്ട് ചെയ്യാനുള്ള ആയുധം ആരാ കൊടുക്കുക? വിജയകുമാർ ആയിരിക്കും. വിജയകുമാറേ. ഓക്കെ. അതെ, നിങ്ങൾ വനിതകൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും വനിതകളാണ്. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരുമോ? വേങ്ങരക്കാരിയൊക്കെ മുന്നോട്ട് കയറി നിൽക്കൂ. വേങ്ങരക്കാരി ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? ആ കൈ പോരുത്, കുറച്ച് കൈകൾ ചേർത്ത് പിടിക്കുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ വീട്ടിൽ നിന്ന് കൈയടിക്കുക. ഞങ്ങൾ വാർത്താ മുറിയിലിരുന്ന് കൈയടിക്കുക. വളരെ നമുക്ക് നിങ്ങൾ പകരുന്ന ശക്തി, നമ്മൾ ഒന്നിച്ചു പോകുന്ന ശക്തി. അപ്പോൾ കൂട്ടായ്മയുടെ കരുത്താണ് 24 എന്ന് പറയുന്നത്. പണ്ടൊന്നും നമ്മുടെ വിവാഹ വാർഷികമാണ്. കുഴപ്പമില്ല, കല്യാണം കഴിച്ചാലോ എന്തായാലും. ഓക്കെ, വിജയന് കൊടുക്കും. വിജയൻ കൊതിച്ചോണ്ട് ചെയ്യാം. നന്നായിരിക്കട്ടെ വിജയൻ. ഈ ഒരു അപകടം പ്രതീക്ഷിച്ചില്ല. ഹാപ്പി ആനിവേഴ്സറി. ഇനി 2 സിംഹികൾക്ക് കൊടുക്കും. പ്രതീകാത്മകമായിട്ട് ആഷ്മി കൊതിച്ച് നിൽക്കുന്നുണ്ട്. PP ജെയിംസും ഒക്കെ. ദിലീപ് കുമാർ വരും. ദിലീപ് കുമാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ 24 വാർത്താമുറിയിലെ നിറം സാന്നിധ്യം അല്ലേ? നിറം സാന്നിധ്യം ആണോ? നമ്മുടെ വനിതകൾ അവരെ മറന്നേക്കാൻ പാടില്ല. അവരാണ് കാർത്തികയാണ് മധുരം നുണഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഒരുപക്ഷെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് വാർത്തകൾ എത്താൻ കാരണക്കാരാകുന്ന, ഒരുപക്ഷെ നിങ്ങൾക്ക് മുഖപരിചയമില്ലാത്തവരൊക്കെ നമ്മുടെ ഈ വാർത്താ മുറിയിലുണ്ട്. അവരുടെ കരുത്താണ് എന്നിലൂടെയും ആഷ്മിയിലൂടെയും ഗോപികൃഷ്ണനിലൂടെയും ദിലീപിലൂടെയും വിജയകുമാറിലൂടെയും ഒക്കെ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ പുതിയ വാർത്താവതാരകൻ ആയിട്ട് നമ്മൾ അഭിഷേകം ചെയ്ത ദിലീപ് കുമാർ കുറച്ച് പിറകിലോട്ട് മാറിയെന്ന് സംശയമുണ്ട്. ഓക്കെ, പെരുമണിലാണ് സ്വദേശം. ദുരന്തവും നിങ്ങൾ ചേർത്ത് വായിച്ചു കളയരുത്. ഓക്കെ, റെഡി. ഇപ്പോൾ കോഴിക്കോട് ദീപക് തർമ്മയുടെ നേതൃത്വത്തിലെ കോഴിക്കോട് വാർത്താ ദുരന്തന്മാരെല്ലാം കൂടി ഇവിടെ കേക്ക് കെട്ടുകയാണ്. അവിടെ പാട്ടിൻ്റെ വഴിയൊക്കെ പറയുന്ന നിഖിൽ പ്രമേഷും സമീർ സി മുഹമ്മദും ഒക്കെ അല്ലേ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മിഥില ബാലനുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ബ്യൂറോയിൽ നടന്ന കേക്ക് കട്ടിങ്ങിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ ദീപക് തർമ്മടമാണ് മുഖ്യ തേരാളി. ഇനി നമുക്ക് ദിലീപ് കുമാർ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വേണ്ടി ദിലീപ് സംസാരിക്കട്ടെ. പുതിയ വാർത്താ അവതാരകനായിട്ട് കുപ്പായം ഇട്ട് കഴിഞ്ഞപ്പോൾ കുപ്പായം കീറാതെ എങ്ങനെ സൂക്ഷിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും നമ്മൾ ഇപ്പോൾ ഒരു മാധ്യമരംഗത്തെ ഒരു സംശുദ്ധീകരണത്തിൻ്റെ ഒരു പോരാട്ടത്തിലൂടെയാണ്. അപ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകും മാധ്യമരംഗത്ത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 24 കഴിഞ്ഞ 7 വർഷക്കാലം അത് നേരിൻ്റെ പാതയിലൂടെയായിരുന്നു, ജനങ്ങൾക്കൊപ്പമായിരുന്നു. നമ്മൾ തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള നാടിൻ്റെ ന്യൂസ് ഡെസ്ക് അടക്കം, അതായത് ഈ ന്യൂസ് റൂമിലുള്ള ആങ്കർമാരും
പ്രധാനപ്പെട്ട ഡെസ്കിലെ മുഴുവൻ ആൾക്കാരും ജനങ്ങളിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ന്യൂസ് റൂമിൽ മാത്രമല്ല, അത് നാട് തന്നെ ഒരു ന്യൂസ് റൂമാക്കി മാറ്റുക എന്ന നിലയിൽ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് അവരിൽ നിന്ന് തന്നെ അങ്ങനെ ആ നിലയിൽ സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു. നിരവധി കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഈ കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ പേരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ജനകീയ വിഷയങ്ങൾ ഇടപെടാനും അതിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും സാറ് പറയുന്നത് പോലെ വർദ്ധിത വീര്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ പി ജെയിംസിന്റെ വർദ്ധിത വീര്യം ഇന്ന് കുറഞ്ഞെന്ന് പ്രേക്ഷകർക്ക് തോന്നരുത്. തീർച്ചയായിട്ടും നമ്മളൊരു അന്താരാഷ്ട്ര തലത്തിൽ 24 ചാനൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര തലത്തിലും കേക്ക് മുറിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ? അല്ല, ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി മധുരം കൂടുതലുണ്ടാവും ചിലപ്പോൾ. കേക്ക് മുറിക്കാൻ നേതൃത്വം കൊടുത്ത ആളെന്ന നിലയിൽ എന്താ പറയുന്നത്? ഈ 7 കൊല്ലം പൂർത്തിയാക്കി ഇനി ഒരു 15, 20, 30 കൊല്ലം കൂടെ ഒക്കെ പോണ്ടേ? തീർച്ചയായും പോകണം. ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട് ഈ മുഹൂർത്തത്തിൽ. നമ്മളിപ്പോൾ അചഞ്ചലമായി നേരിൻ്റെ വഴിയിൽ നമ്മൾ വന്നു 7 വർഷം. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ആളുകൾ നേരിടുന്നത് സത്യം ആര് പറയുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയത്. അപ്പോൾ ആത്യന്തികമായി സത്യം വിജയിക്കും. ആ സത്യത്തിന് വേണ്ടി, അതിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ പോരാടും, അതിന് നിലകൊള്ളും. അതാണ് നമുക്ക് പ്രേക്ഷകർ കൊടുക്കാനുള്ള ഉറപ്പ്. അപ്പോൾ നമ്മുടെ ന്യൂസിൻ്റെ ഹെഡായി ഇവിടെ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഈ സന്തോഷവേളയിൽ 7 വർഷമല്ലേ സാർ, ഗംഭീരമായിരിക്കും. കാരണം 7-ന് എപ്പോഴും ഒരു മനോഹാരിത ഉണ്ടല്ലോ, 7 അടഗ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ വർഷം ഏറ്റവും മനോഹരമായിരിക്കും. നമ്മളുടെ കാത്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ വലിയ പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു. കാർത്തിക, നമ്മുടെ 24ലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ആദ്യം കാണുന്നത് കാർത്തികയായിരിക്കും. വളരെ സന്തോഷം. 3 വർഷമായിട്ട് 24നോടൊപ്പം ഉണ്ട്. വളരെ സന്തോഷം. പിന്നെ മെൽറിൻ എന്ത് പറയുന്നത്? സന്തോഷം തന്നെ. തുടക്കം മുതലേ ഉണ്ട്, ഇനിയും കൂടി ഉണ്ടാവും. വിജയകുമാറിന് സന്തോഷം കുറവുണ്ടോ? ഒരു കുറവില്ല. അല്ല, 2018 നമ്മൾ തുടങ്ങുമ്പോൾ എൻ്റെ സീറ്റ് അത് അവിടെ ആയിരുന്നു, ആ കോർണറിൽ. അതെ അതെ, അവിടെ ഇരിക്കുക. അല്ല, മുളയ്ക്കിരിക്കല്ല, അതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പം ആ കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര അങ്ങനെ പോവാണ്. ഇനിയും SKN സൂചിപ്പിച്ചതുപോലെ പോരാട്ടത്തിന്റെ കാലമാണ്, നാളുകളാണ്. സംഭരിച്ചിട്ടുണ്ട് സാർ. ഈ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഗെയിം ചേഞ്ചർ എന്ന് പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം അതിലൊരാളാകാൻ പറ്റിയത് സത്യത്തിൽ ഈ വർഷത്തിനിടയിൽ ഇവിടെ വന്നിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ പ്രേക്ഷകരുടെ ഒരു കാര്യം, നമ്മുടെ ഈ വാർത്താ ചാനൽ സംപ്രേഷണം ആരംഭിക്കാൻ കാൽനാട്ട് കർമ്മം വരെ നിർവഹിച്ച കുറേ ആൾക്കാരുണ്ട്. അതിലൊരാളാണ് അരവിന്ദൻ. ഇന്നിപ്പോൾ നമ്മൾ വാർത്താ ചാനൽ ഇംഗ്ലീഷിലേക്ക് വരുന്നു. 24 ഇന്റർനാഷണൽ സംപ്രേഷണം ആരംഭിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട എബി ആണുള്ളത്. എബി തരകൻ. വളരെ സന്തോഷമുണ്ട് സാർ. ഈ 7-ാം വർഷം, അതും ഈ സമയത്ത് 24 ഇന്റർനാഷണൽ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ഈ അന്താരാഷ്ട്ര വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ബാക്കി ഏത് മലയാള ചാനലിനെക്കാട്ടിയും 24 എല്ലാ കാലത്തും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് മുൻപന്തിയിൽ നിന്നു. ലോകത്തിലെ എല്ലാ പ്രധാന കോൺഫ്ലിക്റ്റുകളും, ഉക്രൈൻ യുദ്ധമായാലും ഇസ്രായേൽ ഹമാസ്, ശ്രീലങ്കയിലെ അട്ടിമറി, ഇതെല്ലാം നേരിട്ട് റിപ്പോർട്ട് ചെയ്ത് ആണ് 24-ന് ഒരു പാരമ്പര്യമുണ്ട്. എബി നമ്മുടെ ഇംഗ്ലീഷ് വാർത്താ ചാനൽ വിശദാംശങ്ങൾ പറയും. അപ്പോൾ നമ്മുടെ ആഷ്മി, SKN 7 വർഷം പൂർത്തി 8-ാം വർഷം. നമുക്കൊരു പക്ഷേ എപ്പോഴും ഉണ്ട്, അത് പ്രേക്ഷകപക്ഷമാണ്, ജനപക്ഷമാണ്. ഇനി തുടരും അങ്ങനെ തന്നെ. നമ്മുടെ ഇവിടെ ആൾക്കാർ വിളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. വിളിച്ചത് തന്നെയാണ്, ഒരു തർക്കവും അക്കാര്യത്തിലില്ല. വിളിച്ചത് തന്നെയാണ്. അൻവറിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, വിളിച്ചത് തന്നെ നിൽക്കും, എപ്പോഴും നിൽക്കും. സന്തോഷം. മധുരം കിട്ടിയില്ല? കിട്ടി. ഇനിയിപ്പോ സന്തോഷം. അപ്പൊ നമ്മളെ എനിക്കറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വേങ്ങര നമ്മളെ പേടിപ്പിക്കുന്നതെന്നറിയാം. നമ്മുടെ 24ന്റെ ചെയർമാൻ ആലിങ്കൽ മുഹമ്മദിന്റെ അയൽവാസിയാണ് എന്ന് പറഞ്ഞൊരു തലയെടുപ്പോടെ നിൽക്കുന്ന ഒരാളാണ്. സന്തോഷം. 3.5 വർഷം പേടിപ്പിക്കരുത് കേട്ടോ. സൂര്യ, വളരെ സന്തോഷമുണ്ട് സാർ. തുടക്കം തൊട്ടേ ഉണ്ട് 24ന്റെ ഒപ്പം. കാൽനാട്ടി ആളാണോ? ഞാൻ 24 തുടങ്ങിയ ഒരു 2 മാസം തൊട്ട് ഇവിടെ ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ബ്യൂറോയിൽ കൂടി ആയിരുന്നപ്പോൾ കുറച്ചുകൂടി ആളുകൾക്കിടയിൽ 24ന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു സ്വീകാര്യത എത്രത്തോളം ഉണ്ട് അത് നേരിട്ടറിഞ്ഞ ആളാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഇവിടെ ഇപ്പോഴും ഒപ്പം നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറഞ്ഞു. സന്തോഷം. വളരെ സന്തോഷമുണ്ട്. നമുക്കൊരു നമ്മൾ പാവങ്ങളുടെ മമ്മൂട്ടി എന്നൊക്കെ വിളിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പൊ പണക്കാരുടെ മമ്മൂട്ടിയായെന്ന് തോന്നുന്നു അല്ലേ? വലിയ സന്തോഷം. തുടക്കം മുതലുണ്ട്, ഉഷാറാക്കും. നമ്മുടെ മറ്റൊരു അവതാരകൻ ഗോകുലവി.
സാറേ തലയുയർത്തിയാണ് 7 വർഷം നിന്നത്, അതിനി അങ്ങനെ തന്നെ മുന്നോട്ട്. ധനേഷ് തമ്പിയോടെ ധനേഷ് ഇവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. അപ്പം നമ്മുടെ യഥാർത്ഥത്തിൽ ശരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇവിടെ ഒരു കുടുംബം പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രേക്ഷകർക്ക് മനസ്സിലുണ്ടാവും, നിങ്ങളിവിടെ കയറി വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെ ഒരുപാട് നമ്മുടെ സാങ്കേതിക സൗകര്യങ്ങളിൽ ജോലി ചെയ്യുന്ന, സാങ്കേതിക സാധ്യതകൾ പ്രേക്ഷകരിലെത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റും കൂറും പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ്. നമ്മുടെ കൂറിൽ നിന്ന്, നമ്മുടെ പ്രതിബദ്ധതയിൽ നിന്ന്, നമ്മുടെ സാമൂഹ്യ മുന്നേറ്റത്തിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്താൻ ഇതൊരു അശ്വമേധമാണ്. ഈ കുതിരയോട്ടത്തിൽ നമ്മളെ പിടിച്ചു നിർത്താൻ ആളുകളെ നമ്മൾ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, അസത്യം പ്രചരിപ്പിച്ച് നമ്മളുടെ ഈ കരുത്ത് ചോർത്താൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ തോളിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. പ്രേക്ഷകർക്കായിട്ട് നമുക്ക് ചില സർപ്രൈസുകൾ ബാക്കിയുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ഈ എല്ലാ പ്രിയപ്പെട്ട ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്രയോ ടൈം സോണുകളിലിരുന്ന് സ്വന്തം സ്ഥാപനം പോലെ നെഞ്ചേറ്റിയ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും വലിയൊരു അറിയിപ്പാണെന്നുള്ളത് 24 ഇൻ്റർനാഷണൽ ആദ്യമായിട്ട് ഏഷ്യൻ വാർത്തകളും ഏഷ്യൻ രാജ്യങ്ങളിലെ സംഭവങ്ങളും നിങ്ങളുടെ വാർത്താ മുറികളിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു ഇംഗ്ലീഷ് വാർത്താ ചാനൽ കേരളത്തിൽ നിന്ന് സംപ്രേഷണം ആരംഭിക്കുന്നു. യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ 24 ഇൻ്റർനാഷണൽ എന്ന് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ പോയി അടിച്ചാൽ കിട്ടും. അപ്പോൾ അവർക്കും ഇംഗ്ലീഷ് വാർത്താ ചാനലിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതുപോലെ പ്രേക്ഷകർക്കെല്ലാം ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു. കഴിഞ്ഞുപോയ 7 വാർത്താ വർഷങ്ങളിൽ നിഷേധിക്കാനാകാത്ത പേരായി 24. വാർത്താ ലോകത്ത് ബ്രാൻഡുകളായി മാറിയ പരിപാടികൾ, സാങ്കേതിക സാധ്യതകളുടെ, ലളിതമായ അവതരണങ്ങളുടെ, വാർത്താ പ്രതിബദ്ധതയുടെ നീണ്ട 7 വർഷങ്ങൾ. മലയാളി ജീവിതത്തോടൊപ്പം സഞ്ചരിച്ച 7 വർഷങ്ങൾ. വിശ്വാസ്യതയും മനുഷ്യത്വവും മുഖമാക്കിയ 7 വർഷങ്ങൾ. മാധ്യമങ്ങൾ ഏറ്റെടുത്തു, വലിയ സെൻസേഷനായി വിഷയം മാറി. മാധ്യമ പ്രവർത്തനം മാനവ സേവനമാണെന്ന് തെളിയിച്ച 7 വർഷങ്ങൾ. നാടിന്റെ ന്യൂസ് ഡെസ്കായി മാറിയ 7 വർഷങ്ങൾ. ന്യൂസ് ഇപ്പൊ അധികം 24 തന്നെയാണ്. എല്ലാ ദിവസവും കാലത്ത് TV തുറന്ന 24 ആണ് കാണാൻ. നമുക്ക് അപ്പപ്പുള്ള ന്യൂസുകൾ അറിയാം. 24 തലയെടുപ്പോടെ ചങ്കൂറ്റത്തോടെ 8ാം വർഷത്തിലേക്ക്. 24 നേര് നയിച്ച 7 വർഷങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.